നെയ്യാറ്റിൻകര ഗോപന്റെ ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്ന് ഡോക്ടർമാർ. അങ്ങനെയെങ്കിൽ അത് ഹൃദയാഘാതത്തിലേക്ക് നയിച്ചേക്കാം. തലയിൽ കരിവാളിച്ച പാടുകളുണ്ട്. ജീർണിച്ച അവസ്ഥയായതിനാൽ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നും ഡോക്ടർമാർ പറയുന്നു. ഗോപാൽ ശീല സനൽ ചേരുന്നു. ഗോപാൽ, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള ദുരൂഹതകൾ എന്തൊക്കെയാണ്? കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ, ആന്തരിക അവയവത്തിന്റെയൊക്കെ റിസൾട്ട് എപ്പോഴാണ് വരിക? ഈ നെയ്യാറ്റിൻകര ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ പരിശോധനകൾ ആവശ്യമുണ്ട് എന്ന നിലപാടിലാണ് ഇപ്പോൾ ഡോക്ടർമാരുള്ളത്. അതായത് മൂന്ന് തരത്തിലുള്ള പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഈ മരണത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. അതിൽ ഏറ്റവും പ്രധാനമായി ഡോക്ടർമാരുടെ മുന്നിലുള്ള ബലമായ സംശയം ഇദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ഭസ്മം അത്തരത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ അത് ശ്വാസകോശത്തിൽ ശ്വാസമുട്ടുണ്ടാക്കുന്നതിനും തുടർന്ന് ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നതിനും കാരണമാകും. ഇത് പരിശോധിക്കുന്നതിന് വേണ്ട ഈ ശ്വാസകോശത്തിലെ സ്രവം എടുത്ത് വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ നെയ്യാറ്റിൻകര ഗോപന്റെ തലയിൽ കരിവാളിച്ച പാടുകളുണ്ട്. പക്ഷെ 7 ദിവസത്തോളം ഈ മണ്ണിനടിയിലായതിനാൽ അല്ലെങ്കിൽ സ്ലാബിലായതിനാൽ തന്നെ ഈ മൃതശരീരത്തിന് വീക്കം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ വ്യക്തമായി അത് കാണാൻ സാധിക്കുന്നില്ല. ആ വിഷയം പരിശോധിക്കാനായി ഹിസ്റ്റോപാത്തോളജി പരിശോധന വേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സാമ്പിൾ എടുത്ത് ആ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മൂന്നാമത്തേതായി ഈ ശരീരത്തിൽ വിഷാംശം കടന്നിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നടത്തേണ്ട ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയാണ്. വിഷാംശം കടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾക്കുണ്ടോ, അതുകൂടാതെ മരണസമയം കൃത്യമായി എത്രയാണ് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയിലൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ പരിശോധനകളെല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം മാത്രമേ മരണം അസ്വാഭാവികമാണോ അതോ സ്വാഭാവിക മരണമാണോ, എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തമായ രൂപം വരികയുള്ളൂ. അതിന് ഏകദേശം 2 ആഴ്ചത്തോളം കാലയളവ് എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്ന വിശദീകരണം. ശരി ഗോപാൽ.